അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ഒരു പരിശോധന ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അവർ കുറച്ചും കൂടെ ഗൗരവമായിട്ട് കാണേണ്ടതായിരുന്നു. പലയിടത്തും 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ വൈകി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇലക്ഷൻ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ആദ്യമേ തന്നെ അറിയിച്ചതാണ്. അപ്പോൾ അവർ വളരെ പെർഫെക്റ്റ് ആയിട്ട് നോക്കുന്നതാണ് പറഞ്ഞത്. ഞാനതിനെ പർവ്വതീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എന്നാലും ഇത്തരം ഒറ്റപ്പെട്ട പരാതികൾ പോലും ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ ജാഗ്രത ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് കാണിക്കാമായിരുന്നു. കൃത്യമായിട്ടും കൈപ്പത്തിക്ക് ചെയ്യേണ്ടവർ കൈപ്പത്തിക്ക് ചെയ്തിരിക്കും. ഞങ്ങളെ പ്രവർത്തകരെ വിവിപാറ്റും പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യുന്നതോടൊപ്പം വിവിപാറ്റും കൂടെ ശ്രദ്ധിക്കുക. ചതിക്കുഴികൾ വല്ലതും ഉണ്ടെങ്കിൽ മനസ്സിലാക്കി വോട്ട് ചെയ്യുക. ഇതാണ് അതിനുള്ള സന്ദേശം. കേരളത്തെ അപമാനിച്ച നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും, വയനാടിനെയും കേരളത്തെയും പാകിസ്ഥാനോട് ഉപമിച്ച അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കുമുള്ള ചുട്ട മറുപടിയായിരിക്കും ഇലക്ഷൻ. ദേശീയ തലത്തിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വലിയ ഒരു ചിന്താഗതി ഉണർന്നു വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു നേതൃത്വം ദേശീയ തലത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകാര്യമായി എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന 2 ഫേസിലും ഞങ്ങൾക്ക് അതിന് വ്യക്തമായ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ഈ ഇലക്ഷനും കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള ഇലക്ഷനായിരിക്കും ഈ ഫേസ്. BJPക്ക് ഒരു സീറ്റും കിട്ടത്തില്ല. BJPയുടെ അക്കൗണ്ട് ഇവിടെ തുറക്കാൻ പോകണമില്ല. അതുകൊണ്ട് അവരുടെ കേരളത്തെ അപമാനിച്ച പ്രധാനമന്ത്രിയും അവരുടെ പാർട്ടി പ്രസിഡന്റും എങ്ങനെ കേരളത്തെ പ്രതീക്ഷിക്കാൻ പറ്റും? ഇന്ത്യ ഒട്ടാകെ അവർക്ക് തിരിച്ചടി ഉണ്ടാവും.